എന്തൊരു ബ്യൂട്ടിയാ മോനെ. എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങളെ കുടുംബത്തിനും ഭാഗത്ത് നേരുമെന്ന്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷമായിട്ട് പുതിയ കുപ്പായ ഇടേണ്ട, പൂക്കള പറക്കേണ്ടിയും സദ്യ ആക്കേണ്ടിയും എല്ലാവരും വേറെ തിരക്കിലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ തന്നെ പാലെല്ലാം മേടിച്ച് പോയിട്ട് എല്ലാം ആക്കേണ്ട തിരക്കിലാണ്. അപ്പം അങ്ങനെ നമ്മൾ പാല് മേടിക്കാൻ വന്നിട്ടാണ് ഉള്ളത്. ഇനി പോയിട്ട് വേണം പൂക്കളെല്ലാം ഒരുക്കാൻ വേണ്ടി. നല്ല മൂടൽമഞ്ഞാട്ടാ. എനിക്കിത് കാണുമ്പോൾ നമ്മളെ നാട്ടിലെ കൊടകിന് ഇത് മഞ്ഞിനെ നഗരി മടിക്കേരിയാന്ന് ഓർമ്മ വരുന്നത്. മഞ്ഞിങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ തണുപ്പില്ല, അവിടെ നിൽക്കാൻ കഴിയില്ല, ഇങ്ങനെ. ഇവിടെ പക്ഷെ തണുപ്പില്ല, മഞ്ഞുണ്ട്. ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇത് ഇങ്ങോട്ട് വരുന്ന ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ? വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല, വീഡിയോയിൽ ഇപ്പം വെളുത്തിട്ടുള്ളത്, പക്ഷെ അടുത്താണെന്ന് തോന്നുന്നില്ല. അങ്ങനെ പാല് മേടിച്ചു. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് തിരക്കിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അപ്പം ഇത് കണ്ട, ഇത് ചേരിപ്പൂന്നായിടെ പറയല്ലേ. ഇത് ഓണം കഴിഞ്ഞതിൻ്റെ ശേഷം 15 ദിവസം പൂവിടും. അന്നേരമാണ് ഈ പൂ ഉപയോഗിക്കൽ. നമ്മൾ പണ്ട് തലേന്ന് 2-3 സഞ്ചി എടുത്തിട്ട് നാട്ടിലിടി പൂ പറിക്കാൻ വേണ്ടിയിട്ട് ചാണം തേച്ചിട്ട്, ചാണം ഇങ്ങനെ റൗണ്ടായിട്ട് തേക്കും. കട്ടിക്കനെ കളം പറക്കും. ആദ്യം ചാണത്തിലാണ് കളം പറക്കൽ. അതിൻ്റെ അകത്ത് ഡിസൈൻ ഇങ്ങനെ വരച്ച് അതിൻ്റെ അകത്ത് പൂ വെക്കലാണ്. നമ്മളെ വീട്ടിൽ ഇപ്രാവശ്യം പൂ കുറവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓണച്ചെടിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പൂവുണ്ട്, അത് പറിക്കലാണ്. ഓണപ്പൂ എന്തായാലും നമുക്ക് നാടൻ പൂ ഇട്ട് തന്നെ തുടങ്ങാം. ഇശയ്ക്ക് രാവിലെ എണീച്ചിന് ഹാപ്പി ഓണം. അനൂട്ടി എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം. റിഷൂട്ടിന്റെ പരിപാടി പറഞ്ഞാൽ ഈ പൂ വെച്ച പൂവെല്ലാം അങ്ങനെ പറിച്ചിട്ടിരുന്നോ? എല്ലാം പറിച്ചിങ്ങനെ വാങ്ങിയതിന് വേണ്ടിയിട്ട് കളിക്കണം. അതാണ് ഇപ്പൊ നമ്മള് പൂ ഇട്ടാലോ അതന്നെയാ ചെയ്യോവേ. ഒരു 5 മിനിറ്റ് കിട്ടുവാൻ വേണ്ടിട്ട് കവി പൂ കാണിക്കാലോ നിർത്തിട്ടിടണം. ഇത് നമ്മളെ സ്വന്തം നാടൻ ഓണപ്പൂ. ഓണത്തിന് ജമന്തിയില് വയലറ്റ് കളറുണ്ട്, നീല കളറുണ്ട്, പിന്നെ വെള്ള കളറുണ്ട്, മഞ്ഞ കളറുണ്ട്. അത് പിങ്കാണ്, മഞ്ഞ. പിന്നെ ഇത് കളർ എനിക്ക് ശരിക്കറിയില്ല, ജമന്തിയാണ്. പിന്നെ ഇതും 2 മല്ലിക, മഞ്ഞയും ഓറഞ്ച്. സാധാരണ മല്ലിക. അപ്പൊ അങ്ങനെ മിറ്റെല്ലാം വൃത്തിയാക്കി പൂടാനുള്ള പരിപാടിയാണ്. പൂടും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ നോക്കും നമ്മള്. അതെ, പക്ഷെങ്കിൽ നമ്മളിപ്പോ മോഡൽ നോക്കുന്നില്ല. ഇട്ട് വരുമ്പോ ഏതാ മോഡലാണ് കയ്യിടല. സ്റ്റാർട്ടിങ്ങിലെല്ലാം വലിയ പ്ലാനിലുണ്ടാവും, ഇങ്ങനെയാകണം അങ്ങനെയാകണം. ലാസ്റ്റ് നോക്കുന്ന പറഞ്ഞാല് എല്ലാം റൗണ്ടായിട്ട് പോകും. പിന്നെ പൂവ് എങ്ങനെയുണ്ട് നോക്കും, ഒത്തിരി ഉണ്ട്, അതെല്ലാം നോക്കി അളവിനനുസരിച്ചിട്ട് അങ്ങനെയാണ്. അപ്പൊ കുറച്ച് പൂവുള്ളത് ആദ്യം റൗണ്ടിലിടും, പിന്നെ അങ്ങനെ അധികം പൂവുള്ളത് ലാസ്റ്റിൽ വെക്കും. തമ്പാപ്പ വെക്കുന്നത് ഇങ്ങനെ ആക്കലുണ്ടല്ലോ അല്ലേ? അതെല്ലാം ഇട്ട് തുടങ്ങിയ ആൾക്കാർ. അത് നമ്മൾ തൊട്ടുകല്ല് വെക്കുന്നോണ്ട് അതുപോലെ എല്ലാവർക്കും വെച്ചു കൊടുക്കല. ഇതിപ്പോ ഇട്ട് കഴിഞ്ഞാൽ കവി ഇനി ഇതിന് നേരെ ഈ കുളം കണ്ട, ഈ കുളത്തില് ഓറഞ്ച്. അത് നോക്കാം. ഓക്കെ, ഇത് ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ. നമ്മളെല്ലാം പണ്ട് ഓണത്തിന് എന്താന്ന് വെച്ചാൽ രാവിലെ എണീച്ചിട്ട് പൂ പറിക്കാൻ പോവും. ഒരു ജാതിയുടെ ചപ്പ് പറിച്ച് കൊട്ടയാക്കിയിട്ട് ഇപ്പല്ലേ സഞ്ചിയല്ലോ പൂ പറിക്കാൻ പോകുക. എന്ന് വെച്ചാൽ പൂ അതിരാണിപ്പൂ അല്ല, ഇത് മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ
എന്തായാലും പറയേണ്ടത് ഓണപ്പൂ, ഓണപ്പൂണ്ട്, പിന്നെ അതിരാണി, ഒണ്ടമ്പൂ. അതിരാണി പൂവ് പൂരത്തിനാണ്. ഒണ്ടമ്പൂവ്, പിന്നെ ഇന്ന പൂവ് എന്ന് പറയാനില്ല. അത് നമ്മളിങ്ങനെ ഇപ്പം പൂവൊന്നുമില്ല, പണ്ടത്തെ പൂവൊന്നും ഒരു സാധനം പേടി കാണുന്നില്ല. ഇപ്പോൾ ഉള്ളത് ചെടിയുടെ മുകളിൽ വീടുകളിൽ ചെടിയുടെ മുകളിൽ ചെമ്പരത്തിയും മറ്റേ മഞ്ഞച്ചെമ്പരത്തിയും കോളാമ്പിപ്പൂവും മറിച്ചതെല്ലാം ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പണ്ടൊന്നും ഇതൊന്നും വീട്ടിലൊന്നും ഇങ്ങനെ ചെമ്പരത്തിയോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നാടൻ പൂവെല്ലാം പോയിട്ട് ഇപ്പോൾ സാധാരണ പണ്ടേ ഉള്ളത് ഈ മല്ലികപ്പൂവ്. ഇത് പലതരത്തിൽ ബാടാറ് മല്ലിക, സാധാരണ മഞ്ഞ മല്ലിക, ചുവന്ന വയലറ്റ് മല്ലിക, ഇത് പണ്ടേ ഉള്ളത്. എല്ലാവരും രാവിലെ തന്നെ ഈ തിരക്കിലായിരിക്കും കൂടുന്ന തിരക്കിലായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ പാട് സദ്യന്റെ തിരക്കിലേക്ക് പോണല്ലോ. അതെ, കൺഫ്യൂഷൻ തീർക്കണമേ എന്റെ കൺഫ്യൂഷൻ എങ്ങനെല്ലാം എത്തിച്ചേ? ഇടണോ യെല്ലോ ഇടണോ വെള്ള ഇടണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഏകദേശം 1 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം പൂവ് ഏകദേശം കഴിയാനായിട്ടുണ്ട്. തട്ടിക്കുട്ടി ആയി വന്നിട്ട് റൗണ്ടൊന്നും ആയിട്ടില്ല. റൗണ്ടെല്ലാം എന്തെല്ലോ ഇനി അല്ല വലിയ പൂക്കൾ ഇടുന്നുണ്ടല്ലോ, റൗണ്ടായിട്ട് കിട്ടൂല നമുക്ക്. നമ്മൾ ഉദ്ദേശിച്ച വലിയ പൂക്കളാട്ടാ. പിന്നെ കളറ് കുറേ കളറ് വേണേ. ഇത് ഇത്ര ഉണ്ടായിട്ടില്ലോ. അതാ വാവ്യാന്ന് കയ്യിലെടുക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചിപ്പം സൈഡിലോട്ട് തരുന്നുണ്ട്. പൂവ് അധികം വന്നാൽ നമ്മൾ ഇതുപോലെ എല്ലാവരും കൊടുക്കും. എല്ലാവരും ഡിസൈൻ ആണെന്താ അതിന്റെ പരിപാടി. ഇത് എല്ലാവരും ഈ ഒരു പൂ വേണ്ട. ഇത് കുറച്ചൊരു മഞ്ഞല്ല നമ്മളെ പൂട്ടാ. നമ്മളിപ്പോ അകത്ത് പോയി എല്ലാരും ചായ കുടീന്റെ തിരക്കാകുമ്പോ എന്റെ റിഷൂട്ടറിന്റെ ഒരു കാണാണ്ട് വന്നിട്ട് ഒരു പൂ നല്ല ഭംഗിയോ എന്റെ ഒരു പേഷനായിട്ട് ഇടും. കണ്ടോ, ഞാനിപ്പോ നോക്കി നിൽക്കലാന്ന്. ഇത് പൂവിടലിന് ശേഷം ഞങ്ങളും കുടുംബം അവതരിപ്പിക്കുന്നു സദ്യ. സദ്യ സദ്യ എന്താ ഇത് കോയക്ക വറവ്. അപ്പൊ ഇന്നലെ നമ്മളെല്ലാവരും ഓണത്തിന്റെ സദ്യ കഴിച്ചിരുന്നു. അതെ, എന്നാ ഇതെല്ലാം ഇതങ്ങനെ കിട്ടൂലോ നമുക്ക്. ഇങ്ങനത്തെ അല്ല, കൊച്ചുമോളല്ലേ ഇതല്ലേ, അതങ്ങനെ കിട്ടൂലോ. ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല ഇതുപോലെ കിട്ടുമോ? അപ്പൊ നമ്മള് കണ്ണൂരാപ്പാന്ന് അറിയില്ല. നമ്മൾ എന്തുണ്ടെങ്കിലും എന്ത് ഓണം വിഷുവായാലും ചിക്കൻ നഷ്ടമാണ്. നമ്മള് പല സ്ഥലത്തും ഇങ്ങനത്തെ സമയത്ത് നോൺ വെജ് ആയിരിക്കും ഉണ്ടാവും. സോറി, വെജിറ്റേറിയൻ ഉണ്ടാവും. പക്ഷെ നമ്മളെ കണ്ണൂരില്ലേ, നമുക്ക് ഇങ്ങോട്ടെല്ലാം നോൺ വെജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് ഓണത്തിന് നമ്മൾ ചിക്കൻ ആണ് ആരും ഒന്നും വിചാരിക്കുന്നത്. ഞാൻ ചോദിക്കലില്ല ചിലപ്പോൾ. എന്താ വെച്ചാൽ പണ്ടേ നമുക്കില്ലേ, നമുക്കൊരു ചിക്കൻ കറി കിട്ടുന്നത് ഓണവും വിഷുവും വരുമ്പോഴെല്ലാം. എല്ലാവർക്കും അന്നേരം എല്ലാ സമയത്തും എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് എപ്പോൾ അത് അതിന്റെ പണ്ടേയിലെ പിന്നോട്ട് തോന്നട്ടെ. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. നോൺ വെജ് നമ്മൾ ഉണ്ട് കേട്ടോ. ഇന്നലെ ഓണസദ്യ എല്ലാം കഴിച്ചു. എനിക്ക് പണ്ട് ചിക്കനും മട്ടനും എല്ലാം കിട്ടുവേ. അത് പണ്ട് ഇതുപോലെ തുടരാൻ കഴിഞ്ഞില്ല എനിക്ക്. ഈ ഭാഗത്ത് മട്ടനെല്ലാം നമ്മളെ മുത്തോണിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കിട്ടില്ല. അപ്പൊ ഇന്ന് കവി എന്താ ആക്കുന്നു പറയും? എന്തെല്ലാം ആക്കുന്നു? ഇന്നില്ലേ, ഇന്നലെ നമ്മളെല്ലാരും സദ്യ കഴിച്ച ആ ഒരു ഇതിന്റെ പോയിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വലിയ സദ്യ ഒന്നും ആക്കുന്നില്ല. എന്നാലും നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും ചോറും പിന്നെ വറവും പിന്നെ പച്ചരി ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആക്കാൻ. പ്രിയമുള്ളവരെ, അപ്പൊ നമ്മള് ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിനായി നമ്മൾ വയൽ വരെ പോകുന്നു. എവിടെ വരെ? നല്ലുണ്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല ചേച്ചീൻ്റെ പുതിയത് ഓണക്കോടിയാണ് എല്ലായിടത്തും. അപ്പൊ രാവിലെ ഓണക്കോടി ഇട്ടിട്ട് ആരും കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഓണക്കോടി. അപ്പൊ അനൂട്ടിയും ഓണക്കോടി എടുത്തിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ഇത് തിരിയാറ് ചേച്ചി ഇങ്ങോട്ടേക്ക്. ചേച്ചീൻ്റെ ഓണക്കോടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെറുവരയൊന്നും പോയിട്ടില്ല. വെറുതെ പോന്നെയാണേ, ഏടിയില്ല. വെറുതെ അങ്ങനെ ഇറങ്ങിയ എവിടെയോ എടുത്ത അമ്മേലെ നോക്കറ എടുത്തു മാറ്റി. സ്ലോ മോഷൻ എടുക്കാൻ നടത്തിയാണേ. എവിടെ ഇപ്പൊ പോകുന്നത്? എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടോ? ഒരു ലക്ഷ്യമില്ല. ഓണം
സദ്യ എല്ലാം കഴിച്ചു. പിന്നെ ഉച്ചക്ക് ശേഷം ഒന്ന് ചെറുങ്ങനെ പുറത്തങ്ങനെ ഇറങ്ങി ഒരു ഫോട്ടോഷൂട്ട് പോലെല്ല വയലെല്ലാം പോയി വരാം. എപ്പോഴും ചേച്ചി പറയും പാലത്തിന്റെ അടിയിൽ പോയിട്ട് വരാന്ന്. പാലത്തിനെടുക്കാല്ലേ പുഴേന്റെ പാലത്തിന്റെ കീഴിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. കഴിഞ്ഞ അപ്പുറത്തെ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി നിന്ന്. അപ്പൊ അത് നല്ല പുഴ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ പോയി എടുക്കാൻ വേണ്ടി അന്നെല്ലാം ആടിപ്പം പോവാൻ കഴിയില്ല, അടിച്ചാളിയാ. ചളി. അതെ അതെ. നമുക്ക് വയലിനടുക്ക് പോയിട്ട് 2 ഫോട്ടോ എടുക്കാം. നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ ഭ്രാന്തൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് ആദ്യമായിട്ടാണ്. നാല് പ്രാവശ്യം കുപ്പാച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിനൊന്നും നമ്മുടെ അടുത്ത് ക്യാമറ ഉണ്ടായിട്ടില്ല. അപ്പൊ ക്യാമറ വന്ന സ്ഥിതിക്ക് നമ്മൾ എടുക്കാണ്ടിരിക്കല് ശരിയില്ലല്ലോ. മാത്രല്ല 1-2 നല്ല റീൽസ് വരും കേട്ടോ. റീലെടുക്കുന്നേ അല്ല എനജി റീലെടുക്കുന്നു. അനുചാർന്ന് വേറൊരു ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ഇതൊരു ഓടി വരുന്ന ഒരു സീനാണ്. അവിടെ നോക്കിയ പശു, നല്ല പശു ഉണ്ട്. ആ പാട്ട് ഇട്ടിട്ട് മുണ്ടകൻ പാടത്ത് അത് നടന്നു വരുന്നല്ലേ. അപ്പൊ ബാഗ് ഓ എന്നാ ചേട്ടാ എന്ത് രസം വയല്. ഏതാ കള്ള ഏതാ എന്നെ നോക്കുന്നേ നിങ്ങള് നോക്കുന്നേ അമ്പ ഉണ്ടാടെ അമ്പ പശു അമ്പോ അമ്പോ ഇജോടെ ക്യാമറ കൊണ്ട് നടക്കുന്ന അല്ല ഞാൻ നിങ്ങളെ ഹൈറ്റിൽ നിക്കാൻ വേണ്ടി. ഋത്തിക്കേ കണ്ണാടി ഏടിട്ടാ കൊടുത്തു മോനെ. ഓ അങ്ങനെ. ഓ ഇനിയിപ്പൊ അനൂറ്റിന്റെ കേട്ടാ. എന്റേത് കഴിഞ്ഞു. ഇനി അനൂറ്റി അങ്ങനെ പിടിക്കാണ്ടോ. നല്ല വില ഉദ്ദേശിച്ച 5 മണി സാറ്റ് അടിപൊളിയായിട്ടാ. ഒന്നും പറയാനില്ല. പക്ഷെങ്കിലേ ഈ ഒരു ഇളം പെയ്യല ഇത് നല്ല രസമുള്ള. ഒരു 5 മണി ടു 6 മണി 4:30 മണി ടു 6 മണിക്കുള്ളൊരു മോഡിലാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. ഭയങ്കര കളറിങ് ആവും. ഇടുന്നാണ് നമ്മൾ പണ്ട് മറ്റേ ചന്താമര പെണ്ണ് നല്ല വീഡിയോ. അതെ ഇടുന്ന് ഓടി വരുന്നതാണ്. ഇങ്ങനെ ഇടുന്ന് വരുന്നുണ്ട്, ഈ റോഡിന്ന് വരുന്നുണ്ട്. അത് എത്ര മണിക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ആ വീഡിയോ എടുത്തത്. മൊത്തം ഈ വയലിനെടുത്തത്. പച്ചപ്പുണ്ട് അപ്പുറം വെച്ചിട്ട് ഞാൻ എടുത്തത്. വേഗം തീർത്തത് ഞാൻ. ഒരു 1 മണിക്കൂർ കൊണ്ടേ പരിപാടി. പക്ഷെ നല്ല കളർ ഇത്ര സമയം വെയ്യലുണ്ടായിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ നമ്മൾ വന്നേരം ഭയങ്കര ഉദിക്കുന്നുണ്ട് അല്ലേ. പുതുതായിട്ട് വേണമെന്ന ക്യാമറ ശരിക്കും പഠിച്ചില്ല നമ്മള്. എന്നാലും കുഞ്ഞിലെടുക്കാൻ എടുക്കാൻ പഠിച്ചു ഇജോട്ടോ ചെറുങ്ങനല്ല പഠിച്ചിനപ്പാ. പൊടിയായ പണിയാവൂലോട്ടെ. പശു നടക്കുമ്പോ ഒച്ച നോക്കി വെച്ച് ചളീന്റെ കുച്ചുക്കു കുച്ചുക്കൂന്ന് അധികം ചളി അടിക്കരുത്. എങ്ങനെ കവിനെ കാണിച്ചിട്ടാണ് കവിനെ എടുക്കുക. ചെരുപ്പതായാലും കവി വരുന്ന അങ്ങോട്ടേക്ക് അങ്ങനെ കാണുന്നുണ്ടോ ചേട്ടാ? പിന്നെ 2 പ്രാവശ്യം അടുത്ത നോട്ട് ഞാൻ എടുത്തരാവി. അടിയിലെ ഇവന് 1 ലിറ്റർ എടുത്തിട്ടാ. ഇതാ ഋത്തിക്ക ക്യാമറ ഓൺ ആക്കിയേ. താങ്ക് യു. ഹാപ്പി ഓണം. നമ്മളെ വീടിൻ്റെ അടുക്കുന്ന ഒരു സ്ഥലത്ത് എത്തി. ആണെന്ന് വേറൊരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോഴേ ഓണായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ആള്. പാലത്തിന്മേൽ വന്നിട്ടുണ്ട്, അക്കുഡേറ്റ് പാലം. അപ്പോൾ അതൊന്ന് നമ്മൾ ഇതിനിടയ്ക്ക് വീഡിയോ കാണിച്ചു തരുന്നു. ഒരിക്കലും കൂടി നമുക്ക് കയറാൻ പറ്റുമെങ്കിൽ കാണാം. ചേച്ചീൻ്റെ വീട്ടിൽ പോയി ഇതിനിടയ്ക്ക് പായസം കുടിച്ചു എല്ലാവരും. ആ ഈ നമുക്ക് ശ്രീമായ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ശ്രീമായ ചേച്ചിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അക്കുഡേറ്റ് പാലത്തിന് വരാം. എന്തൊരു ബ്യൂട്ടിയാ മോനെ. നല്ലുണ്ട്, നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഉള്ള ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടാ. നമ്മളെ നാട്ടിൽ മയ്യൽ ചെറുവയശ്ശിയിലാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. അക്കടേര് പോലെ ഇത് അധികം റീൽസിലെല്ലാം ഉണ്ടായിരുന്നതാണ്. നമ്മളെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളൂ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുത്തുണ്ട്. മുമ്പെല്ലാം വന്നിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഡ്രോൺ ഷോട്ട് വല്ലതും ഇട്ടതേനു മുമ്പ്. അപ്പോൾ ഇപ്പം നമ്മൾ ഓണത്തിന് വന്ന് ഇങ്ങോട്ട് നമ്മൾ വിചാരിച്ച ആരും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഫുള്ളാളാണ് അതല്ലേ ചേച്ചി. എന്താ ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത്? ഈ നിമിഷത്തിൽ വളരെ സന്തോഷമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഈ ഒരു മനോഹര ദൃശ്യവും ആസ്വദിച്ചുകൊണ്ട് പ്രകൃതി രമണീയമായ തന്നെ സ്ഥലമായത്. അതെ, ഇവര് അച്ഛൻ്റെ മരുമക്കളല്ലേ. ഇതിൻ്റെ 4 വർത്തല്ലേ ഉണ്ട്. ഇവിടെ ഞാൻ ഇപ്പോൾ കുറേ കൊല്ലത്തെ പരിചയമുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. ചെറുപ്പത്തിലിടെ നമ്മള് ഒരു കല്യാണത്തിന് വന്ന സമയത്ത് ഇതിനുള്ള കയറുന്നത്. അതെ. ഓ
നമ്മൾ മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പോകാൻ കേട്ടോ വിമാനം. വിമാനം എപ്പം കണ്ടാലും അതൊരു അല്ലേ മേലോട്ട് നോക്കണം ഓരോ തൈ വരുന്നുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ നോക്കിയേ ആ മേഘങ്ങളിൽ ഇങ്ങനെ ഒരു പന്നിക്കെട്ട് പോലെ ഇങ്ങനെ ആയിട്ട് കുറേ സമയം വെറുതെ ഇരിക്കേണ്ട ഒരു സ്ഥലമായത്. നമുക്ക് ഒരുപാട് ഷോർട്സിലെ കഥകൾ കിട്ടും. ഞാൻ അങ്ങനെയുള്ള ഇരിക്കും ശാന്തമായിട്ടുള്ള കേട്ടോ. നേരെ താഴോട്ട് റോഡുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഹായ്. ഇപ്പോൾ ഋഷിക്കിൻ്റെതായിട്ടുള്ള ഫോട്ടോ എടുക്കൽ ഇവിടെ നടക്കുന്നുണ്ട്. ശ്രീമായനെ വെച്ചിട്ട്. ശ്രീമായാണ് അവൻ്റെ ഇത് മോഡല്. അവന് പലതരത്തിലുള്ള മോഡലുകൾ അതിൻ്റെ എടുക്കും കാണിച്ചു കൊടുക്കും. എൻ്റെ മോഡൽ എടുക്കുന്നത് പിന്നെ കവിൻ്റെ മോനെ വേഗോട്ടോ മുന്നോട്ടോ നൈസ്. നോക്കാം നമുക്ക് അങ്ങനെ എടുത്താൽ ഈശ്വര ഞാനല്ലേ ഇത്. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് ഇത് കണ്ടിട്ടില്ല. എൻ്റെ ഒരു ഭംഗി എന്താണെന്നല്ലേ. നല്ല പ്രതിരമണീയമായിട്ടുള്ള ഇത്. ഒരുപാട് പേര് പലതായിട്ട് എന്നെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴെ നിന്ന് എടുക്കുന്നത് കുറേ ആൾക്കാർ. ഇല്ല പോകണം തോന്നുന്നില്ല. നോക്ക് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. ഈ ജന്മത്തിൽ തന്നെ നമ്മൾ മാക്സിമം സ്ഥലമെല്ലാം കാണുക അല്ലേ. ഇനി ഒരിക്കലും കൂടി ചോദിച്ചാൽ തരാൻ വരുന്നതാണെന്നില്ല അല്ലേ ചേച്ചി? അതെ. നമ്മൾ ഇതിനകത്ത് നമ്മളെപ്പോന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ പോവുക കാണുക. നമ്മളെ കൊണ്ടാകുന്ന സ്ഥലത്ത് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും. എന്നാലും ഒന്ന് അവിടെ വരെ പോയിട്ട് കഴിഞ്ഞില്ലേ അവിടെ പോയി വെറുതെ നടക്കുക. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെയും കൂട്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോവുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, എല്ലാം നല്ല ഹാപ്പി ആയിട്ട് എപ്പോൾ നിൽക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് നമ്മളെ അങ്ങനെ വിളിക്കുന്ന പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പോകണ്ടല്ലേ. അതുകൊണ്ട് എല്ലാ സ്ഥലവും കണ്ടിട്ട് മനസ്സിൽ സന്തോഷമായിട്ട് എപ്പോൾ നിൽക്കുക. അതെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിതാക്കളെല്ലാം കൂട്ടിയിട്ടുണ്ടല്ലോ. അവരെല്ലാം വീട്ടിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നവർ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെ ഞാൻ എല്ലായിടത്തും കൂട്ടുന്നോണ്ട് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ പറയാനുണ്ട്. എന്നാ വെച്ചല്ലേ ഞാൻ എൻ്റെ ചേച്ചിമാരെല്ലാവരും കൂട്ടിപ്പോ. കാരണം വെച്ചല്ലേ നമ്മളെ അളിയന്മാർ പൊതുവേ യാത്ര ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടും എല്ലാവരെയും കൂട്ടും. അതെ 3 അളിയന്മാരും അതുപോലെ തന്നെയാണ്. അതൊരു ആൾക്കാരെ അവരൊരു കാണുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ പറ്റുന്നതെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്കെല്ലാം നമ്മൾ ഒരുപാട് ദൂരത്തും പോയിട്ട് കുറേ പൈസയും ചിലവാക്കൊന്നും വേണ്ട. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്തായാലും ചിറക്ക് തോട്ടത്തിലാണെങ്കിൽ നമ്മൾ അമ്മേൻ്റെ പേരെല്ലാം ഒന്ന് വെറുതെ നടക്കുക, അച്ഛനെല്ലാം കൂടി നടക്കുക ഇങ്ങനത്തോടെ അല്ലേ. അത് ഭയങ്കര ചായ കുടിക്കുക, പൈസ കൊടുക്കണം പക്ഷേങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോകാം അല്ലേ. അതെ. അങ്ങനെ ഓണത്തിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ രാത്രി ടിക്കറ്റ് എടുക്കുന്ന സിനിമക്ക് രാത്രി സിനിമക്ക് പോക്ക് അതാണ് നമ്മുടെ ഓണത്തിൻ്റെ ഇന്നത്തെ. അപ്പോൾ നാളെ എന്ന് പറഞ്ഞാൽ നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടി ഓണത്തിൻ്റെ ഓണാഘോഷം. എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും നമ്മൾ ഓണം കലാപരിപാടി ഉണ്ടാകലുണ്ട്. ചേച്ചി നാളെ റെഡിയല്ലേ കമ്പോലിക്കെല്ലാം? എന്തെല്ലോ പരിപാടി ഇപ്രാവശ്യം വെറൈറ്റി പരിപാടികളുണ്ട്. നമുക്ക് നാളെ കാണാം, അടിപൊളിയാക്കാം. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ കേട്ടോ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നാളെ കാണാം.